ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് നല്ലൊരു നമസ്കാരം. പിന്നെ കുറേ ദിവസമായി ഞാനൊരു വീഡിയോ ചെയ്തിട്ട് ഇപ്പം ഇത്തിരി തിരക്കിലായിരുന്നു. തിരക്കെന്ന് പറഞ്ഞാൽ മറ്റൊന്നുമല്ല, നമ്മുടെ അമ്പലങ്ങളിലൊക്കെ ഇപ്പോൾ ഉത്സവവും സപ്താഹവും ഒക്കെ ആയിരുന്നല്ലോ, അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് നടന്നു. അതുപോലെ തന്നെ യൂട്യൂബിൽ നമ്മൾ മിക്കവാറും ചെയ്യുന്നതെല്ലാം കോപ്പിറൈറ്റ് ആവുന്നു, അതുകൊണ്ട് അതെല്ലാം വേണ്ട എന്ന് വെച്ചു. അപ്പോൾ ലൈവായിട്ട് തന്നെ നിങ്ങളുടെ അടുത്ത് വന്ന് സംസാരിക്കാമെന്ന് കരുതി. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? അങ്ങനെ നമ്മുടെ 2026 പിറന്നു ഫെബ്രുവരി 11 ആയി. അപ്പം ഞങ്ങൾ ഷൂട്ടിങ്ങിന് പോകുന്ന ആളുകൾ ആയതുകൊണ്ട് തന്നെ കുറച്ച് ദിവസത്തെ ഗ്യാപ്പായിരുന്നു. ഒന്ന് ലാലേട്ടൻ്റെ സിനിമയിൽ പോയി തൊടുപുഴയിൽ, അത് കഴിഞ്ഞ് ഇനിയിപ്പോൾ നമ്മുടെ ധൂമകേതു എന്ന് പറഞ്ഞാൽ അമ്പാൻ അഭിനയിക്കുന്ന സിനിമയിലേക്ക് നാളെ ഷൂട്ട് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യുകയാണ്. ഒരു 35 ദിവസത്തോളം അതിൽ വർക്ക് ചെയ്തതാണ്. അപ്പം അതിൻ്റെ സന്തോഷത്തിലാണ്, നമ്മുടെ കൂട്ടുകാരെല്ലാവരെയും കാണാമല്ലോ എന്നുള്ള ഒരു വളരെ സന്തോഷത്തിലാണ് ഞാൻ ഇരിക്കുന്നത്. പിന്നെ ഇപ്പോഴത്തെ ഈ കാലാവസ്ഥയെക്കുറിച്ച് പറയുകയാണെങ്കിൽ വല്ലാത്ത ചൂട് കാലാവസ്ഥ, പൊടി എല്ലാം വേണം. അപ്പം നമ്മുടെ ആരോഗ്യം നമ്മൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കണം. അതായത് പറ്റുമെങ്കിൽ മാസ്ക് വെച്ച് മാത്രം നടക്കുക. അതുപോലെ തന്നെ നമ്മുടെ കാലുകൾ വളരെ കെയർ ചെയ്യണമെന്ന് പറയുന്നുണ്ട്. ഡിഗ്രി സെൻറ്റിഗ്രേഡ് ചൂട് വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ കഫക്കെട്ടും ചുമയും തുടങ്ങിയിട്ട് എനിക്കും ഏറെ നാളുകളായി. അപ്പം കഫക്കെട്ടും ചുമയ്ക്കുമുള്ള കുറേ ഒറ്റമൂലികൾ എനിക്കറിയാം, പക്ഷെ ഞാനതെല്ലാം പ്രയോഗിച്ചു കേട്ടോ. ചിലർക്കെല്ലാം സ്യൂട്ടാവുമായിരിക്കും, എനിക്ക് കുറയുന്ന മട്ടൊന്നുമില്ല. എങ്കിലും ഞാനിപ്പോഴും അത് തന്നെ പ്രയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. ആദ്യമായിട്ട് തന്നെ ഹോസ്പിറ്റലിൽ പോയി ആൻറ്റിബയോട്ടിക് എടുത്തു, പിന്നെ കഫ് സിറപ്പ് തന്നു, അത് കഴിച്ചു. അത് കഴിച്ചിട്ടൊന്നും ഒരു കുറവും ഉണ്ടായില്ല. അവസാനം ഞാൻ നമ്മുടെ മുറ്റത്ത് നിൽക്കുന്ന നമ്മുടെ ചെടി, അതായത് ആടലോടകത്തിൻ്റെ ഇല തന്നെയാണ് എടുത്തത്. ആടലോടകത്തിൻ്റെ ഇല എടുത്ത് കഴുകി വൃത്തിയാക്കി കുരുകുര അരിഞ്ഞിട്ട് ചെറുതായിട്ട് അരിഞ്ഞതിന് ശേഷം അതിൽ ജീരകം കൂടി വറുത്ത് വെള്ളം കുടിച്ചു. അപ്പോൾ ശമനം കിട്ടി. പക്ഷേ കഫക്കെട്ട് മാറുന്നില്ല ഗൈസ്, എന്താണെന്നറിയില്ല. പിന്നെ അതുപോലെ തന്നെ കുരുമുളക്, വെളുത്തുള്ളി, ഇഞ്ചി ഒരു കഷ്ണം, കറുവപ്പട്ടയൊക്കെ ഇട്ട വെള്ളം തിളപ്പിച്ച് കുടിച്ചു. അതുപോലെ ഈ അടുത്ത ദിവസം എനിക്കൊരു പ്രധാനപ്പെട്ട മരുന്നിനെക്കുറിച്ച് അറിയാനിടയുണ്ടായി. അത് ഷെയർ ചെയ്യാൻ കൂടിയാണ് ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വന്നത്. ആനച്ചുവടി നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ? അത് ഇങ്ങനെ ആനയുടെ കാല് പോലെ പരന്ന് ഒരു 10-12 ഇലകളോട് കൂടി മണ്ണിൽ ചേർന്നുണ്ടാവുന്ന ഒരു ചെടിയാണ്. അപ്പം ആ ചെടിക്ക് 40-ൽ പരം ഗുണങ്ങളുണ്ട് എന്നാണ് പറയുന്നത്. നമ്മുടെ ബ്ലഡ് പ്രഷർ, ഷുഗർ, അതുപോലെ കൊളസ്ട്രോള്, അതുപോലെ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുന്ന ഓരോ അസുഖങ്ങൾക്കും, അതുപോലെ പൈൽസിന് ഏറ്റവും നല്ലതാണെന്നാണ് പറയുന്നത്. നിങ്ങൾ അത് തീർച്ചയായിട്ടും നിങ്ങളത് എവിടെ നിന്നെങ്കിലും കിട്ടുകയാണെങ്കിൽ ശേഖരിച്ച് നമ്മുടെ ചെടിച്ചട്ടിയിൽ നിങ്ങൾ വളർത്തണം. കഴിഞ്ഞ ദിവസം ഞാനത് വളരെ കഷ്ടപ്പെട്ടാണ് തൊടുപുഴ ലൊക്കേഷനിൽ ഞാനൊരു സിനിമ ഷൂട്ട് നമ്മുടെ ലാലേട്ടൻ്റെ L366 എന്ന സിനിമയുടെ ലൊക്കേഷനിൽ പോയപ്പോഴാണ് എനിക്ക് ആ ചെടി കിട്ടാനായിട്ട് കിട്ടിയത്. അപ്പം അങ്ങനെ ആ ചെടി കിട്ടാൻ വേണ്ടി തന്നെയാണ് ഞാൻ ആ ലൊക്കേഷനിൽ പോയത്. ലൊക്കേഷനിൽ പോയതിൻ്റെ ഭാഗമായിട്ട് ഇപ്പം വേനലായതുകൊണ്ട് തന്നെ അതെല്ലാം ഉണങ്ങിപ്പോയി. ഇത് കണ്ടോ, ഇതാണ് ആ ചെടി. അതിൽ ഒരു പൂവുണ്ട് കേട്ടോ. ആ പൂവെന്ന് പറയാനായിട്ട് പച്ച ചെടിയെല്ലാം തന്നെ തീർന്നു ഗൈസ്. എങ്കിലും അതിൻ്റെ ഒരു ഇത് കാണിച്ചു തരാം. ഇതുപോലെ ഇരിക്കും കണ്ടോ. ഇതാണ് ആനച്ചോടി. അത് യൂട്യൂബിൽ അടിച്ചാൽ കാണാൻ പറ്റും. ഇതിൻ്റെ ചുവട് ഇതാണ്. ഇതിൽ ഇതുപോലെ നിറച്ച ഇലകളായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇല വറുത്ത് ഇനിയിപ്പോൾ ഉണങ്ങിയതാണെങ്കിൽ പോലും നമുക്ക് ഇതിൻ്റെ ഇല വെള്ളം കുടിച്ചാൽ വളരെ നല്ല ഗുണമാണ്. അപ്പോൾ ഇതിൻ്റെ ആനച്ചോടി എന്നാണ് ഇതിൻ്റെ പേര് പറയുന്നത്. കണ്ടോ, ഇതാണ്. അതെ, ഇതിലൊരു സൈസ് വയലറ്റ് പൂവുണ്ടാവും. ഈ പൂവ് നമുക്ക് എല്ലാം കൂടെ സമൂലം അരച്ച് പാലിൽ കലക്കി കുടിച്ചാലും നല്ലതാണ്. അതുപോലെ തന്നെ നമ്മളത് വെള്ളം തിളപ്പിച്ച് അതിൻ്റെ വെള്ളം കുടിച്ചാലും നമുക്ക് വളരെ നല്ലതാണ്. ഫാറ്റി ലിവറിന് നല്ലതാണ്. അതുപോലെ എല്ലാ അസുഖങ്ങൾക്കും വളരെ നല്ലതാണെന്ന് അറിയാൻ സാധിച്ചു. അത് എൻ്റെ ഒരു ഫ്രണ്ട് വന്നപ്പോൾ എന്നോട് ഷെയർ ചെയ്തതാണ്. അത് ഞാൻ നിങ്ങളോടും ഈ അവസരത്തിൽ ഷെയർ ചെയ്യുകയാണ്. ഓക്കെ കൂട്ടുകാരെ, അപ്പോൾ ആനച്ചോടി എന്ന ഔഷധ സസ്യം, അതുപോലെ തന്നെ കീഴാനെല്ലി നമ്മുടെ ലിവറിന് ഏറ്റവും നല്ലൊരു ദിവ്യ ഔഷധമാണ്. അതുപോലെ മുക്കൂറ്റി. അപ്പം നമ്മുടെ ചെടിച്ചട്ടികളിലെല്ലാം ഓരോന്ന് ഇതെല്ലാം പിടിപ്പിക്കുന്നത്. അതുപോലെ ആടലോടകം വളരെ ഗുണമുള്ള ഒരു വസ്തുവാണ്. പനിക്കൂർക്കയില, തുളസിയില ഇതെല്ലാം വച്ച് പിടിപ്പിക്കണം. എത്ര വേനലാണെങ്കിൽ പോലും നമ്മുടെ മുറ്റത്ത് ഒരു ചോടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഹോസ്പിറ്റലിൽ പോകാതെ ചെറിയ ചുമയൊക്കെ നമുക്ക് വീട്ടിൽ തന്നെ മാറ്റിയെടുക്കാവുന്നതാണ്. ഓക്കെ കൂട്ടുകാരെ, അപ്പോൾ ഞാൻ എൻ്റെ അറിവുകളാണ് നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് കേട്ടോ. അതുകൊണ്ട് തന്നെയാണ് എൻ്റെ ചാനലിൻ്റെ പേര് അറിവിൻ്റെ കൂടാരം എന്നിട്ടത്. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം.
ഓക്കേ ബൈ.